ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്താ എല്ലാവരും വിശേഷം എന്തൊക്കെയാണ്? സുഖമാണോ? അൽഹംദുലില്ലാ ഞാൻ നല്ല സുഖമായിട്ടും റാഹത്തായിട്ടും പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊരു വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം പാലൊരു വീട്ടിലെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോ ഫസ്റ്റ് കാണുന്നവരും പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വീഡിയോയുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ പറയുക, രാവിലെ എണീറ്റിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാണ്, ഫുഡിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഫസ്റ്റ് നമ്മൾ ചോറ് വെച്ചേക്കാണ്. ചോറ് നമുക്ക് നേരത്തെ ആയി കിട്ടണം. അത് എന്താ പറയുക, രാവിലെ ഷാലുവിന് ട്യൂഷൻ ഒരു 7:30 മണിക്കൊക്കെ 7:30 ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകണം. അപ്പത്തിന് ഓന് ചോറും കൊണ്ടുപോകും, എന്താ പറയുക സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡി ആവണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക, നീച്ച പാടഞ്ഞ് നമ്മൾ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെച്ച് കൂട്ടോ. അപ്പോൾ നമ്മളെ വേറെല്ലാം പണികൾ ചെയ്യുമ്പോഴത്തേന് ചോറായി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വേഗം, പിന്നെ അടുപ്പ് നമ്മൾ കത്തി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ടൈം പോകും കേട്ടോ. അടുപ്പ് കത്താൻ എന്താ പറയുക, ഇപ്പോൾ ഏറെക്കുറെ അടുപ്പ് കത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക, അടുപ്പ് കത്തിച്ചാൽ അത് ഊതിങ്ങാണ്ട് എന്താണ് നമ്മൾ അടുപ്പ് നിറച്ച് ഫുള്ള് വിറക് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് അറിയാം കേട്ടോ. ആദ്യം യാതൊരു ABCD എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഇപ്പം എന്താ പറയുക, ഉമ്മനെ ഇവിടുത്തെ ഉമ്മീൻ്റെ വീട്ടിലത്തെ ഉമ്മൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഓലക്കൊടി വെച്ചിട്ട് പിന്നെ ചെറിയ എന്താണ് കൊള്ളികളും വറകുകളൊക്കെ വെച്ചിട്ട് പിന്നെ കത്തിയിട്ടാണ് വലിയ വറക് വെക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ശരിയാവലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് എന്താ പറയുക ചോറ് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കിഴങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളങ്ങത്തിൽ അരിഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷാലുവിന്. അപ്പോൾ അതുപോലെ കിഴങ്ങ് ഇങ്ങനെ നീളങ്ങത്തിൽ അരിഞ്ഞിട്ട് കിഴങ്ങ് കൊടുത്തയക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി എന്താ പറയുക, ഇന്നലെ രാവിലെ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടുവെച്ചിരുന്നു. അപ്പോൾ രാവിലെ ഈ ദോശ ആയാലും നമുക്കൊന്നും എളുപ്പമല്ല, വേഗം പെട്ടെന്ന് നമുക്ക് ആ ടൈമിൽ നോക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും ഫോണിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക ദോശ ചൂടാം. അങ്ങനെ ദോശ നമ്മൾ ഇന്നലെ ഇട്ടുവെച്ചിരുന്നു. എന്നിട്ട് നമ്മൾ രാത്രി ആ ദോശ അരച്ചു വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്താ പറയുക രാവിലെയൊക്കെ അപ്പോൾ ചൂടാലോ. പിന്നെ കുറച്ച് ചായയിൽ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് അധികം ചായ ഉണ്ടാക്കിയിട്ട് അതിൽ പൊടിയൊക്കെ ഇട്ട് മധുരം ഇട്ടിട്ട് മാറ്റി വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് ആ ധൃതിയിൽ ചായ ഇതൊക്കെ വെച്ചാൽ ആവൂല. അങ്ങനെ നമ്മൾ ആദ്യം കഴുകിയിട്ട് ജസ്റ്റ് നമ്മൾ എന്താണ് വെള്ളം ചൂടാകുമ്പോൾ തന്നെ അരി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. വെള്ളം നല്ലോണം തിളച്ച് വരുന്ന അരി ഇടുമ്പോഴത്തേന് എന്താ പറയുക ടൈം വെക്കും. ഞാൻ നിസ്കാരം കഴിഞ്ഞ് പുറത്തൊക്കെ വന്നപ്പോഴത്തേനും ഒരു 6:30 കഴിക്കണം. പിന്നെ 7:30 7:45 ഉള്ളിൽ ഓന് പോവും വേണം. അങ്ങനെ എന്താ പറയുക, നമ്മൾ അരി ഒന്ന് വെള്ളം ചൂടായപ്പോഴത്തേന് അരി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ചായ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ദോശ ചുട്ടിട്ടില്ല, ചൂടാൻ ഒരുങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ചട്ടിനി ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങയുടെ ഒരു മുറി നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. തേങ്ങയുടെ മുറി നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ എന്താ പറയുക 1-2 മുറി അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു തേങ്ങ എന്താ പറയുക കുറച്ച് ചിരകിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ചിരകിയിട്ട് പിന്നെ ഞാൻ എന്താ പറയുക കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ചട്ടിനി ഞാൻ റെഡിയാക്കി വെച്ച് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ദോശ ചൂടാൻ തുടങ്ങി കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ദോശ നമ്മൾ കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ മുരിഞ്ഞങ്ങാണ്ട് കഴിക്കണം ചൂട് കൊടുക്കണേ. അപ്പോൾ എന്താ പറയുക, അതിന് ചിലപ്പോൾ പറ്റലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചൂടാറാത്ത പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കുമ്പോൾ വല്ലാണ്ട് ചൂട് എന്താ പറയുക ആറൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറ് വെന്തോ നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് വെന്തപ്പോൾ ഞാൻ ഷാലുവിന് ഒരു എന്താ പറയുക ഒരു കയ്യിൽ ഞാൻ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഉപ്പാക്ക് കഴിക്കണമെങ്കിൽ നല്ലോണം ചോറ് വേവണം. വേവാതെ ഉപ്പാക്ക് എന്താ പറയുക കഴിക്കാൻ വയ്ക്കൂല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഓനിക്ക് ഊറ്റിയിട്ട് മാറ്റി വെച്ചു, വെള്ളം ഇതാക്കിയിട്ട് ഓനിക്ക് കൊടുത്തയക്കാൻ കേട്ടോ. ബാക്കി ചോറ് അങ്ങനെ തന്നെ അടുപ്പത്ത് കിടക്കുന്നുണ്ട് നല്ലോണം വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചോറ് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് ദോശ അങ്ങനെ ചുടുകയാണ്. അങ്ങനെ 2-3 ദോശ ചുട്ടപ്പോൾ ഷാലുവിന് ഞാൻ ദോശയും ചട്ടിനിയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഓന് ഫുഡൊക്കെ കൊടുത്തു. ഇനി ഓനിക്ക് ചോറ്
എന്താണ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച് ബാക്കി ഒരുപാട് ദോശയൊന്നും ഞാൻ ചുട്ട് വെച്ചിട്ടില്ല കേട്ടോ. ദോശ ചുട്ടാൽ എന്താ പറയുക, നമ്മളൊട്ട് 10 മണിക്ക് തൊട്ട് ഞാൻ കഴിക്കലുമില്ല. അങ്ങനെ അപ്പോൾ 10 മണിക്ക് കഴിക്കുകയാണെങ്കിൽ ആ ദോശ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. 10 മണിക്ക് കഴിക്കാത്തതുകൊണ്ട് ആ ദോശ ബാക്കിയാക്കാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുള്ള ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി ഞാൻ ഉപ്പ രാത്രി എന്താ പറയുക ഭക്ഷണമൊന്നും കഴിക്കലില്ല. അപ്പോൾ ഉപ്പാക്ക് രാത്രി ദോശ ചൂടാച്ചിട്ട് ഞാൻ കുറച്ച് ദോശ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ രാവിലത്തെ ഏകദേശം പണികൾ ശാലു അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഉപ്പാക്ക് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഷേസുവിന് ഞാൻ അപ്പം പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ ഷേസു അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ റയ്യാൻ ഇന്നൊരു കുറുമ്പ് ഞാൻ വാരിത്തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റയ്യാൻ വാരി കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ മോറിയിട്ട് സെറ്റാക്കിയിട്ടോ. ഒക്കെ അടുക്കള കുറച്ച് നീറ്റാക്കിയിട്ടു. പിന്നെ അടുക്കള നമ്മൾ എന്താ പറയുക അധികം കുണ്ടില്ലാത്തതുകൊണ്ട് പാത്രം കഴുകിയ ഫുള്ള് വെള്ളമാക്കാറട്ടോ അടിയിൽ. അപ്പോൾ അടി ആകെ നമ്മളെന്താ പറയുക തുടക്കം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ വെള്ളം പാടിയായിട്ട് ചളിയായി കിടക്കുകയാണ് കേട്ടോ ആകെ. അങ്ങനെ നമ്മൾ അടിച്ചോരലൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് തുടച്ചിട്ടോ. ആദ്യം ഞാൻ അടുക്കള പോയി തുടച്ചിട്ടോ. കാരണം അവിടെ നല്ല ചളിയുണ്ട്. നമ്മൾ പാത്രം കഴുകിയ വെള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ നടന്ന വെള്ളം പാടി ആയിട്ട് ആകെ ചളിയാണ്. അപ്പോൾ ആദ്യം സിറ്റോട് ഞാൻ നല്ലോണം തുടച്ചിട്ട് ആ ചളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് പിന്നെ വേറെ വെള്ളം എടുത്തിട്ട് ഞാൻ നമ്മളെ റൂമുകളും കാര്യങ്ങളൊക്കെ തുടക്കാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്താ പറയുക, നമ്മൾ നേരത്തെ പണികൾ കഴിയണമെന്ന് വിചാരിച്ചാൽ കഴിയും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഉമ്മ അവിടെ നിന്ന് പറയും ഭയങ്കര മടിയാണ് അങ്ങനെയെന്നൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് വൈക്കുന്ന ടൈമാണെങ്കിൽ ഞാൻ വേഗം ചെയ്താൽ പണികൾ കഴിയും കേട്ടോ. എന്നാൽ തന്നെ എന്താ പറയുക ഇപ്പോൾ ഒന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല, കുട്ടികളെ നോക്കുകൊണ്ട് പണികൾ വേഗം കഴിയണം കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ എവിടെ ഒരു പണിയും കഴിയൂല കേട്ടോ. കാരണം നമ്മളൊന്ന് ഇവിടെ എടുക്കുമ്പോഴത്തേന് കുട്ടികളൊന്ന് അവിടെ മാറി അപ്പോൾ അത് നോക്കേണ്ടി വരും. അവരെന്താ ചെയ്യുന്നത് നമ്മൾ പിന്നാലെ നടന്ന് നോക്കേണ്ടി വരും. ഇപ്പം അവിടെ കുട്ടികളെ നോക്കാൻ ഉണ്ടാവോട്ട് ഞാൻ പണികളൊക്കെ വേഗം കഴിച്ചു കേട്ടോ. അങ്ങനെ തുടക്കലും അടിച്ചോറലൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരുമ്പാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇതായി. പിന്നെ മഴ ഒന്ന് പെയ്തു, അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കയറിപ്പോയി കേട്ടോ. അങ്ങനെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്ക് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. പിന്നെ മീൻ കൊടുന്നതും പൊരിക്കാണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ താത്ത ഉച്ചക്ക് വന്നിരുന്നു. അപ്പോൾ താത്ത ഈവനിങ് നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ രാത്രി നല്ല ചിക്കൻ കൊടുന്ന് ചിക്കൻ കറിയൊക്കെ വെച്ച് തന്നു കേട്ടോ. പിന്നെ പൊറാട്ടയും കൂട്ടി കഴിച്ചു ഞങ്ങൾ. താത്ത വന്നാൽ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ. ചെയ്യേണ്ട പറഞ്ഞാലും താത്ത എന്താ പറയുക ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ പറയുക ഞങ്ങളങ്ങനെ കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.